നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവി LDF-ന്റെയോ CPM-ന്റെയോ അവസാനമല്ലെന്ന് നിയുക്ത പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 10 വർഷം കൊണ്ട് കേരളത്തെ വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. വിവിധ മേഖലകളിൽ പുരോഗതി ഉറപ്പുവരുത്താൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീകണ്ഠപുരം നെടിയങ്ങയിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നിർമ്മിച്ച EMS സ്മാരക മന്ദിരം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പിണറായി. ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ഘട്ടങ്ങൾ തരണം ചെയ്തതാണ്. ഈ പരാജയം CPM-ന്റെയോ LDF-ന്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല. ഇതുപോലുള്ള അനേകം ഘട്ടങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. കൂടുതൽ ജനപിന്തുണയോടെ കൂടുതൽ കരുത്തോടെ CPM-ഉം LDF-ഉം തിരിച്ചുവരുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ഘട്ടങ്ങൾ നാം തരണം ചെയ്തതാണ്. ഈ പരാജയം CPM-ന്റെയോ LDF-ന്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. സർക്കാരിന് ക്രിയാത്മകമായ പിന്തുണ നൽകും, മറിച്ചെങ്കിൽ ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. വികസന തുടർച്ച ഞങ്ങൾക്ക് മാത്രമേ നടത്താനാകൂവെന്ന് പറയുന്നില്ല. ആ നിർബന്ധവും ഞങ്ങൾക്കില്ല. ജനവിധി വന്നു. ആ വിധിയുടെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് UDF സർക്കാരാണ്. ആ സർക്കാർ നാടിന്റെ അഭിവൃദ്ധിക്ക് ജനക്ഷേമത്തിന് ഉതകുന്നവയെല്ലാം നടപ്പാക്കണം എന്നതാണ് തങ്ങളുടെ നിലപാട്. അത്തരം കാര്യങ്ങൾക്കെല്ലാം ക്രിയാത്മക പിന്തുണ നൽകണം. ഏതെങ്കിലും തരത്തിൽ നാടിന്റെ താൽപര്യത്തിനോ ജനക്ഷേമത്തിനോ വിരുദ്ധമായ നടപടിയുണ്ടായാൽ അതിശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിന് തുടർച്ച വേണം. ആ തുടർച്ച ഞങ്ങൾ മാത്രമേ നടത്താനാവൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആ നിർബന്ധവും ഞങ്ങൾക്കില്ല. ജനവിധി വന്നിരിക്കുന്നു. ആ വിധിയുടെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് UDF സർക്കാരാണ്. ആ UDF സർക്കാർ ഇത്തരം കാര്യങ്ങൾ നാടിൻ്റെ അഭിവൃദ്ധിക്ക് ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്നവയെല്ലാം നടപ്പാക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ നടപ്പാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം ക്രിയാത്മകമായ പിന്തുണയും ഞങ്ങൾ നൽകും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിൽ നാടിൻ്റെ താൽപ്പര്യത്തിനോ ജനങ്ങളുടെ ക്ഷേമത്തിനോ വിരുദ്ധമായ നടപടികളുണ്ടായാൽ അവയെല്ലാം അതിശക്തമായി എതിർക്കുന്ന നിലപാടും സ്വീകരിക്കും. വിദ്യാഭ്യാസ രംഗവും ആരോഗ്യരംഗവും തകർന്നടിഞ്ഞ സ്ഥിതിയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അഭൂതപൂർവ്വ വളർച്ചയിലേക്ക് എത്താൻ കഴിഞ്ഞു. സർക്കാർ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞു. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കുന്ന നിരവധി പ്രവൃത്തികൾ LDF ചെയ്തു. ഇതെല്ലാം ഉണ്ടെങ്കിലും ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധിയെഴുതിയത്. ജനവിധി പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. 200 പേർക്ക് ഇരിക്കാവുന്ന KV സുരേഷ് കുമാർ സ്മാരക ഹാൾ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷും EMS സ്മാരക വായനശാല ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PV ഗോപിനാഥും ഉദ്ഘാടനം ചെയ്തു. നെടിയങ്ങ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പൊതുസമ്മേളനത്തിൽ CPM ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി MC രാഘവൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.